പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC 2024 ഭരണഘടനാ ഭേദഗതികൾ എന്ന വിഷയത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതികളെ പറ്റി പറയുന്നത്. 3 മാർഗങ്ങളിലൂടെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് പാർലമെന്റാണ്. അടുത്ത ചോദ്യം, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 42ാം ഭേദഗതിയാണ്. 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? ഉത്തരം 42ാം ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ആമുഖത്തിൽ ചേർത്തിട്ടുള്ളത്. നമ്മുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത് പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 42ാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നാണ് ഇവ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഇവ കൂടാതെ 3 വിഷയങ്ങൾ കൂടി മാറ്റിയിട്ടുണ്ട്. വന്യജീവി സംരക്ഷണം, അളവുകളും തൂക്കങ്ങളും, കോടതികളുടെ ഭരണം എന്നീ 3 വിഷയങ്ങൾ, ടോട്ടൽ 5 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 1ാം ഭേദഗതി നടന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 1ാം ഭേദഗതി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1951 ആദ്യമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഉത്തരം 42ാം ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ്? കൂറുമാറ്റ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ്? ഉത്തരം 10ാം പട്ടികയിലാണ് കൂറുമാറ്റ നിരോധനത്തെപ്പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, മതേതരത്വം, സോഷ്യലിസം എന്നീ തത്വങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? മതേതരത്വം, സോഷ്യലിസം എന്നീ തത്വങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 1976 42ാം ഭരണഘടനാ ഭേദഗതി. പഞ്ചായത്തി രാജ് നിയമത്തിന് ആധാരമായ ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതാണ്? പഞ്ചായത്തി രാജ് നിയമത്തിന് ആധാരമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് 10% സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 103ാം ഭേദഗതിയാണ്. അതായത് EWS ഇല്ലേ, അതിനെപ്പറ്റി പറയുന്ന ഭേദഗതിയാണ് 103ാം ഭേദഗതി. അടുത്ത ചോദ്യം, കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതി ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതി ഏതാണ്? ഉത്തരം 52ാം ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1985 ഇത് പാസ്സാക്കുന്നത്. നിലവിൽ വന്നതും അതേ വർഷം തന്നെയാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, രാഷ്ട്രപതി ഗാനി സെയിൽ സിംഗുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 61ാം ഭരണഘടനാ ഭേദഗതി. 73, 74 ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 73, 74 ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 1992 പാർലമെന്റ് പാസാക്കുന്നത്.
ആ സമയത്ത് പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. അതേപോലെ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ്. പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ്? പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ്? ഉത്തരം 102-ാം ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഉത്തരം പാർലമെന്റാണ്. അടുത്ത ചോദ്യം, മൗലിക കടമകളിൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കൾക്കുള്ള ചുമതല കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? മൗലിക കടമകളിൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കൾക്കുള്ള ചുമതല കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 86-ാം ഭേദഗതി 2002-ലാണ്. അടുത്ത ചോദ്യം, GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഉത്തരം 101-ാം ഭേദഗതിയാണ്. 101-ാം ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. ഇതൊരു പരോക്ഷ നികുതിയാണ്. 2017 ജൂലൈ 1-നാണ് നിലവിൽ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 89-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം, ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്തിരുന്നത് അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 104-ാം ഭേദഗതിയാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയത്? ഉത്തരം 86-ാം ഭരണഘടനാ ഭേദഗതി. 20 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.